ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പീച്ച് കളറിലോട്ട് ഉള്ള ഹാൻഡ് വർക്ക് ഉള്ള കുർത്തിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഏറ്റവും പ്യൂർ ആയിട്ടുള്ള മൽച്ചന്തേരി ഫാബ്രിക് ആണ്. വെച്ചാൽ ഒരു സിൽക്കി ഫീലും കൂടി ഉണ്ട് അതിനകത്ത്. ചില ഒരു മൽമൽ കോട്ടൺ ഉണ്ട്, മൽമൽ ചന്തേരി ഒക്കെ ഉണ്ട്, പക്ഷെ അതിനകത്ത് ഒരു സിൽക്ക് ശരിക്കും ഒരു പ്യൂർ ഇതാണ്. അപ്പൊ അതിനകത്തോട്ട് നമ്മൾ ഫുള്ളി നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. ഞാൻ എപ്പോഴും നമ്മളൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു യോക്ക് ഷേപ്പാണ് കൊടുത്തേക്കുന്നത്. ഈ ഷേപ്പിൽ നമ്മൾ മിഡിലിൽ ഒരു കട്ടിങ് കൊടുത്തിട്ട് അതിനകത്തോട്ട് ഒരു പടിയും ഒരു ക്ലോത്ത് ബട്ടണും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നതിൽ ഈ ഒരു കട്ടിങ്ങോ അതൊന്നും ഇല്ലാണ്ട് ഇതാണ് കൊടുക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് ഇങ്ങനെ ചെയ്തപ്പം ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഇതിന്റെ വർക്ക് കണ്ടോ, ഇതുപോലെ ഈ ലെയറിലോട്ട് നമ്മൾ ഫുള്ളി പേൾ വർക്കാണ് ചെയ്തേക്കുന്നത്. ചെറിയ ഒരു എന്താ പറയാ റെയിൻബോ കളർ വരുന്ന ഒരു ഷുഗർ ബീഡ്സ് വെച്ചിട്ടുണ്ട്, ത്രെഡ് വർക്ക്, അല്ല അടിപൊളിയായിട്ടുള്ള ഒരു തൊട്ട് ഈ ഒരു പീച്ച് കളറും ഇതും കൂടെ ആകുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. എനിക്ക് എന്തോ ചില ഡ്രസ്സ് നമുക്ക് എത്ര കുറേ ടൈം എടുത്ത് ചെയ്താലും ഒരുപാട് ഹെവി ആണെങ്കിലും ചിലപ്പോൾ ഇടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നാറില്ല ചെയ്ത് കഴിയുമ്പോൾ. പക്ഷെ ഇതെനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ കണ്ടപ്പോൾ തന്നെയും ഇഷ്ടമായി. അപ്പോൾ ഞാൻ വേറെ ഇത് വീഡിയോ പിടിക്കാനായിട്ട് ഇട്ടപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുപോലെ ആ ഒരു ഷേപ്പും ആ ഒരു ഫാബ്രിക്കിന്റെ ഒരു സിൽക്കി ഫീലും എല്ലാം കൂടെ നല്ല ഭംഗിയാണ്. അത്രയും കോൺഫിഡന്റ് ആയിട്ട് അതുകൊണ്ടാണ് കേട്ടോ പറയണേ. ചില ഹാൻഡ് വർക്കും ചെയ്തൊന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. പിന്നെ ഇതിന്റെ താഴോട്ട് കണ്ടത് നമ്മൾ ഈ ഒരു ലേസ് വെച്ചിട്ട് ആ ഒരു സെയിം യോക്കിലെ കളറിലോട്ട് വരുന്ന ലേസ് എല്ലാം ആഡ് ചെയ്ത് ഒരു ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ലെങ്ത് ഇത്ര ഇഷ്ടമുള്ള അല്ലാത്തവർക്ക് നമുക്ക് ലെങ്ത്തിന്റെ കസ്റ്റമൈസേഷനും ചെയ്യാൻ പറ്റും. സ്ലീവിലോട്ട് വർക്ക് ഒന്നും കൊടുത്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. എപ്പോഴും സ്ലീവിലും കൂടെ വർക്ക് വരുമ്പോൾ ഒരു നോർമൽ ലുക്കിൽ നിന്ന് വിട്ടിട്ടാണ്. പിന്നെ ഞാൻ ഇതിന്റെ ദുപ്പട്ട പെയർ ചെയ്ത് കാണിച്ചു തരാം. ആക്ച്വലി മെറ്റീരിയൽ കട്ട് ചെയ്താൽ വേണം എന്നുള്ളവർക്ക് മാത്രം ചെയ്തു തരാം. ഞാനിപ്പോൾ അത് ദുപ്പട്ടയും കൂടി പെയർ ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ. കാണാം, ഇത് ഈ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് നമ്മൾ ഇതുപോലെ ചെയ്തേക്കണേ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലേസ് പാറ്റേൺ ഒക്കെ ഈ താഴെ കൊടുത്തേക്കുന്ന ലേസോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു വൺ സൈഡ് ലേസ് ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെയർ ഒക്കെ കൊടുത്താൽ ഭയങ്കര ഭംഗിയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു ക്ഷമ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ടോപ്പ് മാത്രം കാണിച്ചാൽ മതി എന്നുള്ള ഇതിലാണ്. പക്ഷെ എനിക്ക് ഈ ദുപ്പട്ടയും കൂടി പെയർ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെയും കൂടെ വെച്ച് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണം ഇത് റണ്ണിങ് മെറ്റീരിയലിൽ നിന്ന് ഞാൻ എടുത്ത് കാണിക്കണം കേട്ടോ. അപ്പോൾ വൺ സൈഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലേസ് ഒക്കെ ആഡ് ചെയ്ത് ഈ ഒരു കളർ വരുന്ന ലേസ് ആഡ് ചെയ്ത് അടിപൊളിയായിരിക്കും. അത്രയും ഷുവർ ആയിട്ടാണ് പറയുന്നത്. ഭയങ്കര ഭംഗിയാണ്. ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടോ. നമുക്ക് ഇതിന് പകരം ഒരു ഡിഫാബ് വെച്ചാൽ മതി ഇതേ കോമ്പിനേഷനിൽ കിട്ടാൻ. പക്ഷെ ഇങ്ങനെ വർക്ക് ചെയ്ത് ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തപ്പോൾ അത് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ ഈ മിഡിലെ ഒരു ക്ലോത്ത് ബട്ടൺ ഒക്കെ ആഡ് ചെയ്തപ്പോൾ ഭയങ്കര രസമാണ്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് വേണ്ടി സജഷൻ ഇതിന് സ്ലീവിലേക്ക് ലേസ് വെക്കണമെങ്കിൽ വെക്കാം. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ഭംഗി സിമ്പിളായിട്ട് സ്ലീവ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ലെങ്ത് ഇതേപോലെയാണ് വരുന്നത്. വിത്ത് ദുപ്പട്ട വേണം എന്നുള്ളവർക്ക് നെക്കിന്റെ ഒരു ഷേപ്പ് ഞാൻ കാണിച്ചപ്പോൾ എനിക്ക് എന്റെ മുടി കിടക്കുന്നതുകൊണ്ട് എല്ലാവരും ഷേപ്പ് നെക്കിന്റെ കാണുന്നില്ല എന്ന് പറയും. ഇത് ഒരു ഷേപ്പിലേക്കാണ് നോർമൽ റൗണ്ട് നെക്ക്, ഒരു വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിലേക്കാണ് നെക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ബാക്ക് സൈഡും ഈ ഒരു പ്ലെയിൻ ഫാബ്രിക് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു 25 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. കുറച്ച് പീസ് റെഡി ആക്കിയിട്ടുണ്ട്, ഓണത്തിന് മുമ്പ് വേണം എന്നുള്ളവർക്ക്. അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.